ആസ്പിരൻസിന് സീസാറ്റ് ഇപ്പോഴും ഒരു പ്രശ്നമാവാൻ കാരണം രണ്ട് കാരണങ്ങളുണ്ട്. UPSCക്ക് ഇംഗ്ലീഷ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നല്ല, റീഡിംഗ് കോംപ്രിഹെൻഷൻ മാത്രമാണ്. ഹലോ, ഞാൻ സായി. ലാസ്റ്റ് 4 years ആയിട്ട് സീസാറ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ എൻ്റെ ഇനീഷ്യൽ ഇയേഴ്സ് ഫാക്കൽറ്റിയായി ജോയിൻ ചെയ്ത ഇനീഷ്യൽ ഇയേഴ്സ് മുതൽ എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു സീസാറ്റിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാനുള്ളത്. സീസാറ്റിന് ആസ്പിരൻസിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്. സോ അതിലെ കോൺസെപ്റ്റ്സ് ആയാലും കണ്ടന്റ് ആയാലും അതൊന്ന് മനസ്സിലാക്കിയ സിംപ്ലിഫൈഡ് ഫോർമാറ്റിൽ ഡീകോഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീകോഡിങ് സീസാറ്റിനൊരു ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ 4 years എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ആസ്പിരൻസിന് സീസാറ്റ് ഇപ്പോഴും ഒരു പ്രശ്നമാവാൻ കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഇസ് അക്കാഡമിക് സൈഡ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ആസ്പിരൻസ് സൈഡ്. നമുക്ക് ആദ്യം ആസ്പിരൻസ് സൈഡ് നോക്കാം. ആസ്പിരൻസ് സൈഡിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആസ്പിരൻസ് സീസാറ്റിൻ്റെ ഒരു പ്രോപ്പറായിട്ട് രീതിയിൽ അതിന് കണ്ടന്റ് ആയാലും കോൺസെപ്റ്റ്സ് ആയാലും പഠിക്കാൻ ശ്രമിക്കുന്നില്ല. സെക്കൻഡ് വൺ ഇസ് അവർ സീസാറ്റിനെ നെഗ്ലക്ട് ചെയ്യും. സീസാറ്റ് പിന്നീട് പഠിക്കാം, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല എന്ന രീതിയിൽ എടുക്കുന്നു. സെക്കൻഡ് വൺ ഇസ് പ്രിപ്പറേഷൻ കുറച്ച് ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് ഫിലിംസിനോട് അടുപ്പിച്ച് മാത്രം പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മൾ PYQ നല്ലപോലെ സോൾവ് ചെയ്തിരിക്കുക, ടെസ്റ്റ് സീരീസുകൾ പ്രോപ്പറായിട്ടും റെഗുലറായിട്ടും എടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് ആസ്പിരൻസ് സൈഡിലെ പ്രശ്നങ്ങൾ. ഇനി നമ്മൾ അക്കാഡമിക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സീസാറ്റിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞാൽ മാത്സ് റിലേറ്റഡ് പോർഷൻസ്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങിന് നമുക്ക് അറൗണ്ട് ഒരു 30 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഓരോ ചാപ്റ്ററിലെ ക്ലാസ് റൂം സെഷന് വേണ്ടിയിട്ട് നമുക്കൊരു 3 hours ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു 30 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. സോ 30 ചാപ്റ്റേഴ്സ് 3 hours എന്ന് പറഞ്ഞാൽ 90 hours ഓഫ് ക്ലാസ് റൂം ലെക്ചേഴ്സ് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും ലോജിക്കൽ റീസണിങ്ങിനും വേണം. പിന്നെ നമ്മൾ ക്ലാസ്സസിൽ ഇതിൽ PYQ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. അത് കൂടാതെ കുറച്ച് PYQസിന് വേണ്ടി നമുക്കൊരു 10 hours കൂടി ഡിവോട്ട് ചെയ്യാം. സോ നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് ലോജിക്കൽ റീസണിങ്, അതായത് മാത്സ് പോർഷൻസിന് ഒരു 100 hours ക്ലാസ് റൂം ലെക്ചേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് പിന്നീടുള്ളത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. UPSCക്ക് ഇംഗ്ലീഷ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നല്ല, റീഡിംഗ് കോംപ്രിഹെൻഷൻ മാത്രമാണ്. നമുക്ക് UPSC പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പം ഹിന്ദി മനസ്സിലാവുന്നവർക്ക് അത് ഹിന്ദി റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിട്ട് മാറും, അല്ലാത്തവർക്ക് അത് ഇംഗ്ലീഷ് ആവും. കാരണം 2 ലാംഗ്വേജസ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പാസേജ് നോക്കിയിട്ട് അത് കോംപ്രിഹെൻഡ് ചെയ്യുക, പാസേജിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ ഇസ് അതിലെ ക്വസ്റ്റ്യൻസിൽ ചില കീവേഡ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അസംഷൻ, കൊറോളറി, ക്രക്സ് ഓഫ് ദി പാസേജ്, മെസ്സേജ് ഗിവൺ ബൈ ദി ഓതർ, അങ്ങനത്തെ കീവേഡ്സ് മനസ്സിലാക്കാനുള്ളതാണ്. സോ ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷന് വേണ്ടി ഒരു 10 lectures ഓഫ് 2 hours നമുക്ക് കൊടുക്കുകയാണെങ്കിൽ 20 hours. അപ്പോൾ നമുക്ക് മൊത്തം സീസാറ്റിൻ്റെ സിലബസ് കവർ ചെയ്യാൻ നമുക്ക് 100 + 20 hours 120 hours ക്ലാസ് റൂം ലെക്ചേഴ്സ് മാൻഡേറ്ററി ആണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ അക്കാഡമിക്സ് ചെയ്യുന്ന രീതി എന്താ വെച്ചാൽ ഒരു 60 hours അല്ലെങ്കിൽ ഒരു 45 hours അല്ലെങ്കിൽ 15 lectures വെച്ചിട്ട് നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തു എന്ന രീതിയിലൊരു അസംപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആസ്പിരൻസിനെ മൂവ് ഓൺ ചെയ്യിപ്പിക്കാൻ. സോ ആ രീതിയിലൊരു എഫക്റ്റീവ് അല്ലാത്ത ക്ലാസ്സസ് നമുക്ക് ആവശ്യമില്ല. സോ ഈ 2 പ്രോബ്ലംസ് ഇപ്പോൾ നമുക്ക് പ്രിലിംസിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ആസ്പിരന്റിന് അദ്ദേഹത്തിന് താല്പര്യമുള്ള സർവീസ് അല്ലെങ്കിൽ റാങ്കിൽ എത്താൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിൻസും ഇന്റർവ്യൂവിലും മാർക്കാണ്. നമുക്ക് ഒരു ഡാറ്റ എടുക്കുകയാണെങ്കിൽ അറൌണ്ട് 10 to 11 lakhs ആണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഒരു 5 to 6 lakhs ആളുകൾ മാത്രമാണ് എക്സാം എഴുതുന്നത്. 5 lakhsന്റെ ഒരു 1 or 2% നമ്പർ ഓഫ് പീപ്പിൾ മാത്രമാണ് പ്രിലിംസ് പാസ്സാകുന്നത്. പക്ഷെ നമ്മൾ ബാക്കി മെയിൻ സ്റ്റേജ് ആയാലും ഇന്റർവ്യൂ സ്റ്റേജ് ആയാലും നോക്കുമ്പോൾ മോർ നമ്പർ ഓഫ് 10% 20% ആളുകൾ ബാക്കി സ്റ്റേജുകളെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ 3 സ്റ്റേജിലും ഏറ്റവും കൂടുതൽ പേര് എലിമിനേറ്റ് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ പേര് ഈ ലിസ്റ്റിൽ നിന്ന് ഔട്ട് ആവുന്നു പ്രിലിംസ് സ്റ്റേജിലാണ്. സോ അതിലെ ഏറ്റവും വലിയ ഫാക്ടർ നമുക്കിപ്പം പ്രിലിംസിൽ നോക്കുകയാണെങ്കിൽ GS1 ഉണ്ട്, CSAT ഉണ്ട്. GS1 നമുക്ക് എത്ര മാർക്ക് ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് UPSC പറഞ്ഞിട്ടുള്ള CSATൽ 33% ഓഫ് 200 marks, അതായത് 66 marks നേടിയാൽ മാത്രമേ നമുക്ക് ആ പേപ്പർ 1 പോലും വാലിഡിറ്റി ഉള്ളൂ. അതായത് CSAT എന്ന ക്വാളിഫൈങ് പേപ്പറിൽ ആ മിനിമം മാർക്സ് ക്വാളിഫൈ ചെയ്യണം. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറിന് നമ്മൾ എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നെന്ന് മനസ്സിലാക്കുക. സോ ഈ ഇഷ്യൂസിനെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ആസ്പിരൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അതായത് അക്കാഡമിക് സൈഡിലെ പ്രോബ്ലംസും ആസ്പിരൻസ് സൈഡിലെ പ്രോബ്ലംസും. സോ ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ റിസോൾവ് ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പർ കണ്ടന്റ് പ്ലസ് കോൺസെപ്റ്റ് ബേസ്ഡ് ലെക്ചേഴ്സ്, PYQ ഡിസ്കഷൻ, അതുപോലെ
ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഡിസ്കഷൻ, പിന്നെ പ്രോപ്പർ ടെസ്റ്റ് സീരീസ് ആൻഡ് CSAT റിലേറ്റഡ് ക്രാഷ് കോഴ്സസ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഒബ്ജക്റ്റീവ്. സോ നിങ്ങൾ ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക, എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഓൾ, ഹാപ്പി ലേണിംഗ്.